ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്. എല്ലാ ദിവസവും നമ്മൾ എന്തോരം വചനങ്ങൾ വായിക്കുന്നു, കേൾക്കുന്നു, നമ്മളതൊക്കെ ഷെയർ ചെയ്യുന്നു, ഒക്കെ അല്ലേ? നമ്മൾ എന്തോരം വചനങ്ങൾ വിശ്വസിക്കുന്നു. ചിലരിങ്ങനെ വചനം എഴുതി പ്രാർത്ഥിക്കാറുണ്ട്. നമുക്ക് ഇവിടെ എനിക്ക് പ്രാർത്ഥന നിയോഗങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ഇമെയിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ അയക്കുമ്പോൾ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കുന്ന എന്തെങ്കിലും ഒരു വചനമാണ്. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങൾ, നമുക്കറിയാം നമ്മുടെ ലൈഫിൽ തന്നെ എന്തോരം എക്സ്പീരിയൻസ് ഉണ്ടാവും. നമ്മൾ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട്, എഴുതി പ്രാർത്ഥിച്ചിട്ട്, വിശ്വസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവ് ആ വചനത്തിലൂടെ, നമ്മൾ വിശ്വസിച്ച ആ വചനത്തിലൂടെ എന്തോരം അത്ഭുതങ്ങൾ ചെയ്ത അനുഭവങ്ങൾ നമുക്കുണ്ട് അല്ലേ? പക്ഷെ ചിലത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില കാര്യങ്ങൾ ഫലം ചൂടുന്നില്ല. വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും, വചനം എഴുതി പ്രാർത്ഥിച്ചിട്ടും, വചനം ഉറക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും, ചിലപ്പോൾ ഒരു നിയോഗമൊക്കെ വെച്ച് ഇത്ര ദിവസമൊക്കെ പ്രാർത്ഥിച്ചിട്ടും ചില സമയത്ത് വചനം ഫലം ചൂടുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് തന്റെ വാഗ്ദാനം മറന്നുപോയോ, കർത്താവ് വെറുതെ പറ്റിച്ചതാണെന്നൊക്കെ നമുക്ക് തോന്നും. യേശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 55-ാമത്തെ അധ്യായത്തിൽ 10-11 വാക്യങ്ങളിലൊക്കെ ഒരു ഉറപ്പ് തരുന്നുണ്ട്. എൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു പോവില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. കർത്താവ് പറയാണ്, ഞാൻ സംസാരിച്ച വാക്കൊന്നും വെറുതെ ആയി പോവില്ല, 100 മേനി ഫലം തരും, ഫലരഹിതമായിട്ട് അത് തിരിച്ചു വരത്തില്ല എന്നൊക്കെ ഉറപ്പ് തരുന്നുണ്ട്. നിങ്ങൾ ആ വചനഭാഗം വായിച്ചിട്ടുണ്ടല്ലോ അല്ലെ? ഏശയ്യ 55-ന്റെ 10-11 വാക്യങ്ങളാണ്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാ? കർത്താവ് വാഗ്ദാനം ചെയ്തു ഫലം ഇല്ലാണ്ടായി പോവില്ല, റിസൾട്ട് ഉണ്ടാവുമെന്ന്. എന്നിട്ടും ഫലം ചൂടാത്ത എന്താ ചില കാര്യങ്ങളിൽ? നമുക്ക് അതൊന്ന് പരിശോധിച്ച് അതിനുള്ള ഉത്തരം കണ്ടുപിടിക്കണം. ലൂക്കാസ് സുവിശേഷത്തിൽ ഈശോ അതിനുള്ള ഒരു ഉത്തരം തരുന്നുണ്ട്. എന്തുകൊണ്ടാ ചില കാര്യങ്ങൾ ഫലം തരാത്തതെന്ന്. നമ്മൾ വചനം വിശ്വസിച്ചിട്ടും വചനം കേട്ടിട്ടും എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഫലം ചൂടാത്തത്? റീസൺ ഒന്ന് കണ്ടുപിടിക്കണ്ടേ? ലൂക്കാസ് സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായം എടുക്കുക, അതിന്റെ 14-ാമത്തെ വാക്യാണ്. ലൂക്ക് 8:14. ഈശോ ഉപമകളൊക്കെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു സന്ദർഭമാണ്. 8-ന്റെ 14 ഇങ്ങനെയാണ്: മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കി കളയുന്നതുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുന്നില്ല. വളരെ ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. ഫലം പുറപ്പെടുവിക്കുന്നില്ല വചനം. എന്തുകൊണ്ട്? എവിടെ വീണ വിത്ത്? മുള്ളുകൾക്കിടയിൽ വീണ വിത്ത്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ആ വചനം ഒന്നുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിക്കാവോ? മുള്ളുകൾക്കിടയിൽ വീണ വിത്ത് ചില കാരണങ്ങൾ കൊണ്ട് ഫലം ചൂടുന്നില്ല. ആ മുള്ള് എന്താണെന്ന് അവിടെ പറയുന്നത്? ഏതാ കൂർത്ത റോസാപ്പൂവിന്റെ മുള്ളല്ല പറയുന്നത്. ഈ മുള്ളുകളാണ്. എന്തൊക്കെയാന്ന് നോക്കിയേ: ജീവിത ക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കി കളയുന്ന മുള്ളുകളാണ്. പൗലോസ്ലിഹയുടെ ഒരു വായന നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ? ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ മുള്ള് എന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു. അത് ചിലർ പറയുന്നുണ്ട് പൗലോസ്ലിഹയുടെ ചില കോംപ്ലക്സുകളാണ്, അല്ലെങ്കിൽ പൗലോസ്ലിഹയ്ക്ക് ഉണ്ടായ വലിയൊരു പാപമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഈശോ അത് വളരെ ക്ലിയർ ആയിട്ട് പറയാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന വചനത്തെ ഞെരുക്കി കളയുന്ന, ഫലം ചൂടാതെ അതിനെ ഇല്ലാണ്ടാക്കി കളയുന്ന മുള്ളുകൾ 3 ഉണ്ടെന്ന്. പൗലോസ്ലീഹ ഒരു മുള്ളിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചേ. നമ്മുടെ ജീവിതത്തിൽ എത്ര മുള്ളുകൾ ഉണ്ടാവും? 3. ഇത് മിക്കവാറും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഈ മുള്ളുകൾ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് വചനത്തെ ഞെരുക്കി കളയും. നമ്മൾ ധ്യാനം കൂടി, വചനം കേട്ടു, ഓൺലൈനിൽ ശുശ്രൂഷകൾ കൂടി, വിശുദ്ധ പേഴ്സണലായിട്ടൊക്കെ വായിച്ചു, 100 തവണയൊക്കെ എഴുതി പ്രാർത്ഥിച്ചു. പക്ഷെ ഈ മുള്ളുകൾ ഉണ്ടെങ്കിൽ വചനം ഫലം ചൂടത്തില്ല. ഇതൊന്ന് ധ്യാനിക്കാൻ വേണ്ടിയിട്ട് എടുക്കാവോ? വചനം കേൾക്കുന്നെങ്കിലും ഒന്നാമത്തെ മുള്ള് ജീവിത ക്ലേശങ്ങൾ. ഒറ്റ വായനയിൽ ലൈഫിലെ സ്ട്രഗിൾസാണ്. പക്ഷേ സ്ട്രഗിൾസ് ഇല്ലാത്ത ലൈഫ് നമുക്കുണ്ടോ? ക്ലേശങ്ങളുണ്ട്. ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നമുക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് രാവിലെ എഴുന്നേറ്റ സമയം മുതൽ എന്തോരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആകുലപ്പെട്ടത്. ജീവിത ക്ലേശങ്ങൾ നമുക്കുണ്ട്. പക്ഷെ അത് ഈ വചനവുമായിട്ട് എന്താ ബന്ധം എന്നറിയോ? വചനത്തിൽ തന്നെ നമ്മളോട് പറയാണ്, ഈ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്, പക്ഷെ അത് നിങ്ങൾ ഈശോയുടെ മുമ്പ് ഇറക്കി വെക്കണം. ഇത് അതിന് അനാവശ്യമായിട്ട് ചിന്തിച്ച് ആകുലപ്പെട്ട് നിങ്ങൾ ടെൻഷൻ അടിച്ച് നിങ്ങളുടെ ആരോഗ്യം കളയരുത്. നമുക്കത് അറിയാം. പക്ഷെ ഈ ജീവിത ക്ലേശങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഓവർ തിങ്കിങ്, അത് വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ ചിന്തിച്ച് കൂട്ടി വഷളാക്കി നമ്മുടെ കേൾക്കുന്ന വചനം ഫലം ചൂടാണ്ട് പോവാണ്. പ്രിയപ്പെട്ട സൗരങ്ങൾക്ക് ഇത് പിടികിട്ടുന്നുണ്ടോ? ജീവിത ക്ലേശങ്ങൾ എല്ലാവർക്കും ഉണ്ട്, എനിക്കുണ്ട്, നിങ്ങൾക്കും ഉണ്ട്. പല ഡിഗ്രിയിലാണ്, പല ഗ്രാവിറ്റിയിലാണ്. പക്ഷെ ഈ കാരണങ്ങൾ, ഈ ജീവിത ക്ലേശങ്ങൾ നമ്മുടെ തലച്ചോറിന് ഇങ്ങനെ കാർന്ന് തിന്ന് ടെൻഷൻ അടിച്ച് ഈ മുള്ളിങ്ങനെ മൂർച്ച കൂടിക്കൊണ്ടിരിക്കും. കേൾക്കുന്ന വചനങ്ങൾ ഫലം ചൂടാതായി പോവും. അതുകൊണ്ട് ഈശോ പറഞ്ഞതുപോലെ നമ്മൾ കേൾക്കണം, ആകുലപ്പെടരുത്. നിങ്ങൾ ആകുലപ്പെട്ടാൽ ഇല്ലേലും ഇന്ന് ഫൈറ്റ് ചെയ്യേണ്ടത് നാളെ ഫൈറ്റ് ചെയ്തേ മതിയാവും. ആകുലപ്പെട്ടത് കൊണ്ട് ആയുഷിന്റെ ഒരു ദിവസം പോലും കൂട്ടാൻ പറ്റിയാലെന്നല്ലേ ഈശോ പറഞ്ഞേ? ഒരു മുടി പോലും കൂട്ടാൻ പറ്റിയാലെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ ഈ വചനം ഫലം ചൂടണമെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് ഈശോ പറയുക, ഈ മുള്ള് ആദ്യം എടുത്തു കളയണം. ഏത്? ആവശ്യമില്ലാത്ത ടെൻഷൻ, ജീവിത ക്ലേശങ്ങൾ. രണ്ടാമത്തെ ഒരു കാര്യമാണ് സമ്പത്ത്. പൈസ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനും പറ്റും. പക്ഷെ സമ്പത്ത്, അതായത് ഈശോയാകുന്ന സമ്പത്തിനേക്കാൾ മുകളിൽ എന്ത് നിന്നാലും, അത് കയ്യിലിരിക്കുന്ന കറൻസിയെ കുറിച്ച് മാത്രമല്ല പറയണത്. നമുക്ക് ഈശോയെ നോക്കാൻ നേരമില്ല, ആരാധനയ്ക്ക് നേരമില്ല, വിശുദ്ധ ബലി അർപ്പിക്കാൻ നേരമില്ല, വചനം വായിക്കാനൊന്നും നേരമില്ല.
ഈശോയുടെ അടുത്ത് കുറച്ചു നേരം ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരുന്ന ഈശോയോടൊരു ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ ഒരു 10 തവണ ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ സമയമില്ല. ബാക്കി എല്ലാ കാര്യത്തിനും വേണ്ടി ഓടുകയാണ്. പ്രിയപ്പെട്ട സൗരങ്ങളെ, പണത്തെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ച്, ഭൂമിയിലെ ധനത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് കേട്ടോ. എന്തും ഈശോയേക്കാൾ മുകളിൽ പ്രയോറിറ്റി നമ്മൾ എന്തിനു കൊടുക്കുന്നോ അതാണ് നമ്മുടെ നിധി, അതാണ് നമ്മുടെ സമ്പത്ത്. ആ സമ്പത്ത് വചനത്തെ ഞെരുക്കിക്കളയും. ആ മുള്ള്, ഈശോയുടെ വചനം നമ്മുടെ ജീവിതത്തിൽ ഫലം ചൂടാതെ അതിനെ ഇല്ലാണ്ടാക്കി കളയും. ജീവിത ക്ലേശങ്ങൾ, സമ്പത്ത്. മൂന്നാമത്താണ് സുഖഭോഗങ്ങൾ. നമ്മളിപ്പോൾ പറഞ്ഞതിനോട് തന്നെ ചേർത്ത് ചിന്തിച്ചാൽ മതി. ആവശ്യമില്ലാത്ത അറ്റാച്ച്മെന്റുകൾ, ആവശ്യമില്ലാത്ത ആർത്തികൾ, കൊതികൾ, ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാവുന്ന കുറേ സുഖങ്ങൾ, കുറേ തെറ്റായ സുഖങ്ങൾ. ഇതൊക്കെ ഒഴിവാക്കാതെ നമ്മൾ വചനം കേട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്നാണ് പറയുക. ഞാൻ ഒരു ദിവസം ഒരു 10 വചനം വായിക്കുന്നു, 10 വചനം പ്രസംഗിക്കുന്നു. പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ ചില തെറ്റുകളിൽ, പാപങ്ങളിൽ മുങ്ങിക്കിടക്കുകയാണെങ്കിലോ, ഈ മുള്ളാകുന്ന സുഖഭോഗം, സമ്പത്ത്, ക്ലേശങ്ങൾ ഇതെല്ലാം കൂടി ഈ വായിച്ച 10 വചനത്തെ ഞെരുക്കിക്കളയും. ബലം ചൂടത്തില്ല. കർത്താവ് പറഞ്ഞതിനൊന്നും മാറ്റമൊന്നുമില്ല. ബലം തരാതെ ഒന്നും തിരിച്ചു പോലെ. പക്ഷേ ഈ വീണ വിത്ത് നമ്മുടെ ശരീരം, നമ്മുടെ ചിന്ത, നമ്മുടെ മനസ്സുകളാണ്. ഇവിടെ ഈ മുള്ളുകൾ വളർന്നുകൊണ്ടിരിക്കുക. ഓരോന്നിനെയും ഇങ്ങനെ മുറിച്ച് കളയണം. പേഴ്സണലി അത് ധ്യാനിക്കണം. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അങ്ങയുടെ വചനം ഫലം ചൂടാതെ നിൽക്കുന്ന, അതിന് കാരണമായി നിൽക്കുന്ന ഈ മുൾച്ചെടികളെ അങ്ങ് തന്നെ എരിയിച്ച് കളയണമെന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചേ, ഈശോയെ, എനിക്ക് കുറച്ചുകൂടെ വിശുദ്ധിയിൽ ജീവിക്കണം, എനിക്ക് ഈ വചനമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഫലം ചൂടണം. പക്ഷെ അതിന് തടസ്സമായി നിൽക്കുന്ന ഈ മുള്ളുകൾ, പൗലോസ്ലീഹ ഒരു മുള്ളു മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. നമുക്കൊന്ന് എണ്ണി നോക്കാം. ഇപ്പോൾ ഇവിടെ 3 പറഞ്ഞ് എന്തോരം കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ഒന്ന് ധ്യാനിക്കുക. എല്ലാം ഈശോയുടെ കരങ്ങളിൽ കൊടുക്കുക. നമുക്ക് വചനം കേൾക്കുന്നവർ മാത്രമല്ല, വചനം പാലിക്കുന്നവരും മാത്രമല്ല, വചനം നമ്മുടെ ജീവിതത്തിൽ ഫലം ചൂടുന്നത് കാണുന്ന ഈശോയുടെ പ്രിയപ്പെട്ട മക്കളായി തീരണം. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ മുൾച്ചെടിയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. അതിനുള്ളൊരു കൃപ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.